നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. വെളിച്ചെണ്ണയ്ക്ക് വില കൂട്ടാൻ തമിഴ്നാട് ലോബി. വില കുറച്ച് ആ തന്ത്രം പൊളിച്ചടുക്കി കേരള സർക്കാരും. ഏലത്തിനും റബ്ബറിനും നേട്ടം. ഓണവേളയിൽ വെളിച്ചെണ്ണയുടെ അമിത വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള സർക്കാർ നീക്കം അനുകൂല തരംഗത്തിന് വഴിയൊരുക്കുന്നു. ന്യായവിലയ്ക്ക് എണ്ണ ലഭ്യത സുഗമമായാൽ തമിഴ്നാട് ലോബി നടത്തുന്ന കൃത്രിമ വിലക്കയറ്റത്തിൽ നിന്നും ഉപഭോക്താക്കൾക്ക് രക്ഷ നേടാനാവും. ചെറുകിട വ്യാപാര കേന്ദ്രങ്ങളിൽ കിലോയ്ക്ക് 300 രൂപയ്ക്ക് മുകളിൽ വെളിച്ചെണ്ണയുടെ വിൽപ്പന നടക്കുമ്പോൾ സപ്ലൈകോ ലിറ്ററിന് 229 രൂപയായി വില കുറച്ചു. സൂപ്പർ മാർക്കറ്റുകളിൽ കേരഫെഡ് വെളിച്ചെണ്ണ ലിറ്ററിന് 300 രൂപയാണ്. തൊട്ട് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നാളികേര ഉൽപ്പാദനം ഉയർന്നതിനാൽ കൊച്ചിയിൽ വെളിച്ചെണ്ണ കിൻഡലിന് 25,000 മുതൽ 25,500 രൂപയിലാണ് മാസാരംഭം മുതൽ നീങ്ങുന്നത്. തമിഴ്നാട് മാർക്കറ്റായ കാങ്കയത്ത് ഇന്ന് വെളിച്ചെണ്ണയ്ക്ക് 150 രൂപ ഇടിഞ്ഞ് 23,350 രൂപയായി. ഹൈറേഞ്ചിലെ കാലാവസ്ഥ ഏലച്ചെടികൾ പുഷ്പിക്കാനും കായ് പിടിക്കാൻ അവസരം ലഭിച്ചു തുടങ്ങിയതോടെ സ്റ്റോക്കിസ്റ്റുകൾ ചരക്ക് വിൽപ്പനയ്ക്ക് ഉത്സാഹിക്കുന്നു. കാലാവസ്ഥ മാറ്റത്തിനിടയിലും ഉത്തരേന്ത്യൻ വ്യവസായികളും കയറ്റുമതിക്കാരും പരമാവധി ഏലക്ക ലേല കേന്ദ്രങ്ങളിൽ നിന്നും സംഭരിക്കുന്നുണ്ട്. ശരാശരി ഇനങ്ങൾ കിലോ 3,143 രൂപയിലും മികച്ച ഇനങ്ങൾ കിലോ 4,047 രൂപയിലും കൈമാറി. മൊത്തം 48,947 കിലോ ഏലക്ക ലേലത്തിന് എത്തിയതിൽ 44,614 കിലോയും ലേലം കൊണ്ടു. സംസ്ഥാനത്ത് കാലാവസ്ഥ അനുകൂലമായതോടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിംഗ് പുരോഗമിക്കുന്നു. ഓണത്തിന് ശേഷം പുതിയ ഷീറ്റ് കൂടുതലായി വിപണിയിൽ ഇറങ്ങുമെന്ന നിഗമനത്തിലാണ് വ്യാപാര രംഗം. 4ാം ഗ്രേഡ് 273 രൂപയിൽ വ്യാപാരം നടന്നു. ജപ്പാനിൽ റബ്ബർ അവധി വില കിലോ 436 yen വരെ ഉയർന്നു. അതേസമയം ബാങ്കോക്കിൽ റബ്ബർ 265 രൂപയിലാണ്.